കേസ് എൻ്റെ നാട്ടിൽ തന്നെ ഒരു വണ്ടി നോക്കാൻ പോയ ഒരവസ്ഥയാണ്. അപ്പോൾ നമ്മുടെ ഹോണ്ട WRV ആയിരുന്നു വണ്ടി, ഡീസൽ എഞ്ചിനാണ്. ഇതാ പേസ്റ്റിംഗ് കണ്ടോ, ബോൺടോർ നോക്കിയപ്പോൾ തന്നെ പേസ്റ്റിങ്ങിൽ ക്രാക്ക് കണ്ടു. പിന്നെ മൊത്തത്തിൽ വണ്ടിയിൽ ഒരുപാട് ടച്ചപ്പും കാര്യങ്ങളും കണ്ടിരുന്നു. അപ്പോൾ ഇത് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് WRV വണ്ടികളിലെല്ലാം തന്നെ ഇതുപോലത്തെ എന്താ പറയുക മാർക്കുകൾ വരാറുണ്ട്. കൈ കൊണ്ട് വാരി തേച്ച പോലെയാണ് ഹോണ്ടയുടെ പേസ്റ്റിങ്ങൊക്കെ ഉണ്ടാവുക എന്നുള്ളതാണ് തന്നത്. അപ്പോൾ ഞാൻ എന്തായാലും ആ ഉപദേശത്തെ വളരെ സന്തോഷപൂർവ്വം സ്വീകരിച്ചു. കൂടുതലൊന്നും പറഞ്ഞില്ല, പറയേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. കാരണം പിന്നെയുള്ളത് ഈ എൻജിൻ്റെ ഹെഡിൻ്റെ ഭാഗത്തുള്ള ലീക്കേജസ് ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും മൊത്തത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 1,26,000 കിലോമീറ്റർ ഓടിക്കുന്ന ഒരു ഡീസൽ ഹോണ്ടയുടെ എൻജിനാണ്. അപ്പം ഇത് റഫ്യൂസ് ചെയ്തതാണ്. അതിൻ്റേതായ കുറേ കാര്യങ്ങൾ വണ്ടിക്കകത്ത് ഉടനെ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ ക്ലയൻറ്റുകാരോട് പറഞ്ഞു ഈ രീതിയിലുള്ളൊരു പ്രശ്നങ്ങൾ ഉണ്ട്, അപ്പം നിങ്ങളത് എടുത്തു കഴിഞ്ഞാൽ ഭാവിയിലേക്ക് പ്രശ്നങ്ങളുണ്ടാവും. അതുപോലെ സർവീസ് ഹിസ്റ്ററിയും കൂടെ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്തെങ്കിൽ മാത്രമേ അതിനുള്ള ഡിസിഷൻ എടുക്കാനും പറ്റുള്ളൂ. പക്ഷേ ഈ ഒരു കാര്യം കണ്ടപ്പോൾ തന്നെ ക്ലയൻറ്റ് വേണ്ടാന്ന് പറഞ്ഞിരുന്നു. അദ്ദേഹം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ചില ആളുകൾ അങ്ങനെയാണ്. നമ്മളിനി എന്തെല്ലാം പറഞ്ഞാലും എന്തൊക്കെ നെഗറ്റീവ്സ് കാണിച്ചു കൊടുത്താലും അവരുടെ പ്രൊഡക്റ്റ് നല്ലതാണെന്നേ അവർ പറയുള്ളൂ. സോ അത് അവരോട് കൂടുതൽ തർക്കിച്ച് സമയം കളയുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. നിങ്ങൾക്ക് ഈ വണ്ടി കണ്ടപ്പോൾ എന്ത് തോന്നുന്നു എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും എൻ്റെ ക്ലയൻറ്റ് വണ്ടി വേണ്ടാന്ന് വെച്ചു എന്നുള്ളതാണ് സത്യാവസ്ഥ.